രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിവരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഫേസ്ബുക്കിൽ തൊഴിലാളികളുമായും ലോക്കോ പൈലറ്റുമാരുമായും സംവദിക്കുന്നതിന്റെ വീഡിയോ രാഹുൽ പുറത്തുവിട്ടിരിക്കുകയാണ്. വീഡിയോയിൽ വിവിധ വിഭാഗം ജനങ്ങൾ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യരെല്ലാം പണപ്പെരുപ്പം, ദാരിദ്ര്യം എന്നിവയെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് തങ്ങളുടെ ജീവിതം എത്രത്തോളം മെച്ചപ്പെട്ടതായിരുന്നുവെന്നും വീഡിയോയിൽ ആളുകൾ പറയുന്നുണ്ട്. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, സർക്കാരിന്റെ നിഷേധ മനോഭാവം എന്നിവ മൂലമുള്ള ദുരിതത്തിലാണ് രാജ്യത്തിലെ ജനങ്ങൾ. കൂലിവേലക്കാർ മുതൽ സർക്കാർ ജീവനക്കാർ വരെ ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ താൻ പാർലമെന്റിൽ ഉന്നയിക്കും. തെരുവുകളിലെ ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ കേൾപ്പിക്കും. ആളുകളുടെ അവകാശത്തിനും നീതിക്ക് വേണ്ടിയായിരിക്കും തന്റെ പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ് രാഹുൽ. അതിന് ഒരു 100ഓളം ഉദാഹരണങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ കശ്മീരിനു വേണ്ടി സംസാരിച്ചതും ശ്രദ്ധേയമായിരുന്നു. ദോഡ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മേജർ റാങ്കിലുള്ള ഓഫീസറടക്കം 4 സൈനികർ വീരമൃത്യു വരിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത്. ബിജെപിയുടെ തെറ്റായ നയങ്ങളുടെ ഭാരം പേറുന്നത് രാജ്യത്തെ സൈനികരും അവരുടെ കുടുംബങ്ങളുമാണെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേദനാജനകവും ആശങ്കപ്പെടുത്തുന്നതുമാണ്. തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ ജമ്മു കശ്മീരിലെ നിലവിലെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നാണ് രാഹുൽ എക്സിൽ കുറിച്ചത്. ഈ സമയത്ത് രാഷ്ട്രീയ ഐക്യത്തിന്റെ ആവശ്യകതയും വർദ്ധിച്ചുവരുന്ന തീവ്രവാദ ഭീഷണിയോട് പ്രതികരിക്കുമ്പോൾ പ്രതിപക്ഷം സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൊല്ലപ്പെട്ട 4 സൈനികർക്കും രാഹുൽ ഗാന്ധി ആദരാഞ്ജലി അർപ്പിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങളെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ജയറാം രമേശും രംഗത്തു വന്നു. കശ്മീരിലെ സുരക്ഷയെക്കുറിച്ച് സ്വയം പ്രഖ്യാപിത അജൈവ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 78 ദിവസത്തിനിടെ ജമ്മുവിൽ മാത്രം 11 ഭീകരാക്രമണങ്ങൾ നടന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തികച്ചും പുതിയ വികസനമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്ന് ശക്തമായ കൂട്ടായ പ്രതികരണം നൽകണം. എന്നാൽ അതേസമയം ഒരു ചോദ്യവും ചോദിക്കണം. സ്വയം പ്രഖ്യാപിത അജൈവ പ്രധാനമന്ത്രി നടത്തിയ അവകാശവാദങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചുവെന്ന്. ജമ്മു കശ്മീരിൽ എല്ലാം പതിവ് പോലെ എന്ന മട്ടിലാണ് മോദി സർക്കാർ പെരുമാറുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയിൽ എന്തു സംഭവിച്ചാലും അത് ചോദ്യം ചെയ്യാനും പ്രതികരിക്കാനും രാഹുൽ അടക്കമുള്ള നേതാക്കൾ രംഗത്തു തന്നെയുണ്ട്. ഇതാണിന്ന് ജനങ്ങളുടെ ഏകധൈര്യവും.